അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലിസാനുൽ ഖുർആനിൻ്റെ 5-ാമത്തെ പാഠമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. നേരത്തെ പാദവാർഷിക പരീക്ഷയോടനുബന്ധിച്ച് 1 മുതൽ 4 വരെയുള്ള പാഠങ്ങൾ വിശദമായി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ലിസാനുൽ ഖുർആൻ ഒരു പാഠം മറ്റൊരു പാഠവുമായി കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നേരത്തെ പഠിച്ച ഭാഗങ്ങൾ നമുക്ക് നല്ല രൂപത്തിൽ ഓർമ്മയുണ്ടായിരിക്കണം. അതുകൊണ്ട് വിദ്യാർത്ഥികളോട് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ളത്, 1 മുതൽ 4 വരെയുള്ള പാഠങ്ങൾ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം 5-ാമത്തെ പാഠത്തിലേക്ക് വരണമെന്ന് ഞാൻ ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ 5-ാമത്തെ പാഠമാണ് ചർച്ച ചെയ്യുന്നത്. അദ്ദർസുൽ ഖാമിസ്, നസൂറുൽ ജദ്ദ. നസൂറുൽ ജദ്ദ എന്നുള്ളതാണ് നമ്മുടെ 5-ാമത്തെ പാഠം. ആമുഖമായി പറയാനുള്ളത്, ഈ പാഠത്തിൽ നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് 2 കാര്യങ്ങളാണ്. ഒന്ന്, മുത്തസിലായ ലമീറുകൾ. നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ മുൻഫസിലായ ലമീറുകളെ കുറിച്ച് പഠിച്ചിരുന്നു. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ വിട്ടുപിരിഞ്ഞത്. നമ്മൾ അൻത, അൻതുമ, അൻതും, അൻതി, അൻതുമ, അൻതുന്ന, അന, നഹ്നു ഒക്കെ പഠിച്ചത് വിദ്യാർത്ഥികൾ ഓർക്കുന്നുണ്ടാവും. അതാണ് മുൻഫസിലായ ലമീർ എന്ന് പറഞ്ഞാൽ. ഇവിടെ അതിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മുത്തസിലായ ലമീറുകൾ എന്ന് വെച്ചാൽ ഒരു പദത്തിനോട് ചേർന്ന് നിൽക്കുന്നത്. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ വിട്ടുപിരിഞ്ഞത്, മുത്തസിൽ എന്ന് പറഞ്ഞാൽ ചേർന്ന് നിൽക്കുന്നത്. അത് എങ്ങനെയാണ് വരുന്നത്, അതിന്റെ രൂപം എങ്ങനെയാണ് എന്നാണ് ഈ പാഠത്തിൽ കൃത്യമായി പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ താഴെ ഓരോ സെന്റൻസുകളും വായിക്കുമ്പോൾ, ഉദാഹരണങ്ങൾ കാണുമ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മുത്തസിലായ ലമീറുകളെ കുറിച്ചും അതുപോലെ നമ്മുടെ ആഴ്ചയിലുള്ള ദിവസങ്ങൾ, നമ്മൾ ഇംഗ്ലീഷിൽ സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഒക്കെ വളരെ ഉഷാറായി പഠിച്ച മക്കളാണ്. എന്നാൽ അറബിയിൽ അതിനൊക്കെ എന്താണ് പറയുക എന്നുള്ള കാര്യം കൂടെയാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാനിതൊന്ന് അർത്ഥം പറയാം, എന്നിട്ട് അതിനുശേഷം ഇതിൽ വന്ന കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാം. നസൂറുൽ ജദ്ദ. നസൂറു നമുക്ക് സന്ദർശിക്കാം. അൽ ജദ്ദ, ജദ്ദ് എന്ന് പറഞ്ഞാൽ വലിയുപ്പ. അപ്പോൾ വലിയുപ്പയെ നമുക്ക് സന്ദർശിക്കാം. കാന നബീലുൻ യൻദുറു ഇല തഖ്വീം. കാന നബീലുൻ യൻദുറു ഇല തഖ്വീം. നബീല് കലണ്ടറിലേക്ക് നോക്കുന്നു. ഫജാഅ അബൂഹു. അപ്പോൾ ബാപ്പ വന്നു. വഖാല, എന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞു. മാദാ തൻദുറു യാ ബുനയ്യ. ഓ കുട്ടി, നീ എന്താണ് നോക്കുന്നത്? അപ്പൊ നബീല് പറയാണ്, വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹ്. അൻദുറു യൗമൽ ഈദി. ഞാൻ പെരുന്നാൾ എന്നാ നോക്കാണ്. അൽ ഈദു ഫി യൗമിൽ അഹദ് അൽ ഖാദിം. പെരുന്നാൾ വരുന്ന ഞായറാഴ്ചയാണ്. അൽ അബു. അപ്പൊ ബാപ്പ പറയാണ്, നഅം, അതെ. യൗമുൽ ഈദി യൗമൽ അഹദ്. പെരുന്നാൾ എന്നാണ്? അത് ഞായറാഴ്ചയാണ്. നദ്ഹബു ലി സിയാറത്തി ജദ്ദിക. നിന്റെ വലിയുപ്പാനെ സന്ദർശിക്കാൻ നമുക്ക് പോകണം, നമുക്ക് പോകാം. എന്ന് ഫി യൗമിൽ ഇസ്നൈൻ. ഫി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച നമുക്ക് എന്ത് ചെയ്യാം? നിന്റെ വലിയുപ്പാനെ സന്ദർശിക്കാൻ പോകാം ഇൻഷാ അല്ലാഹ്. യാ നബീൽ, ഓ നബീലെ, ഐന ഉഖ്തുക റഹീമ. നിന്റെ സഹോദരി റഹീമ എവിടെ? അപ്പൊ റഹീമ വന്നിട്ട് പറയാണ്, അന ഹാലിറത്തുൻ യാ ബാബ. ഞാൻ ഇവിടെയുണ്ട്. അൽ അബു. ഉപ്പ വീണ്ടും ചോദിക്കാണ്, ഐന ഉമ്മുക്കി യാ റഹീമ. റഹീമ, നിന്റെ ഉമ്മ എവിടെ? അൽ ഉമ്മു. അപ്പൊ ഉമ്മയും വന്നിട്ട് പറയാണ്, അന ഐലൻ ഹാലിറ. ഞാൻ ഇവിടെ ഉണ്ട്. അൽ അബു. ബാപ്പ വീണ്ടും പറയാണ്, യാ ഔലാദി, എന്റെ മക്കളെ, നഹ്നു നദ്ഹബു ജമീഅൻ. നമുക്ക് ഒരുമിച്ച് പോകാം. ലി സിയാറത്തി ജദ്ദിക്കും. നിങ്ങളെ വലിയുപ്പാനെ സന്ദർശിക്കാൻ നമുക്കൊക്കെ ഒരുമിച്ച് പോകാം. എന്ന് യൗമൽ ഈദി, പെരുന്നാളിന്റെ അന്ന് നമുക്ക് ഒരുമിച്ച് പോകാം. ഹൽ അൻതും മുസ്തഇദ്ദൂൻ. നിങ്ങളൊക്കെ റെഡിയല്ലേ? അപ്പൊ റഹീമ പറയാണ്, തബഅൻ, നഅം, അതെ, ഞങ്ങളൊക്കെ റെഡിയാണ്. നസ്കുനു മഅ ജദ്ദിന. നമ്മുടെ വലിയുപ്പാന്റെ കൂടെ നമുക്ക് താമസിക്കാം. യൗമസുലസാ, ചൊവ്വാഴ്ചയും, അതുപോലെ വയൗമൽ അർബിയ, ബുധനാഴ്ചയും, വയൗമൽ ഖമീസ്, വ്യാഴാഴ്ചയും. അൽ അബു. അപ്പൊ ഉപ്പ പറയാണ്, നർജിഉ ഫി യൗമിൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസം നമുക്ക് മടങ്ങാം. മതാ തുഫ്തഹു മദ്റസതുകും ബഅദൽ ഈദി. പെരുന്നാളിന് ശേഷം എന്നാണ് നിങ്ങളെ മദ്രസ തുറക്കുക? അപ്പൊ നബീല് പറയാണ്, ഫി യൗമിസ് സബ്തി ഇൻഷാ അല്ലാഹ്. ശനിയാഴ്ച ദിവസം ഞങ്ങളെ മദ്രസ തുറക്കും. ഇവിടെ കണ്ടോ, ഈ ആഴ്ചയിൽ
വരുന്ന ദിവസങ്ങൾ അതെങ്ങനെയാണ് അറബിയിൽ പറയുക, അത് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ പഠിക്കണം. യൗമുൽ അഹദ് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ്. യൗമുൽ അഹദ് ഞായറാഴ്ചയാണ്. യൗമുൽ ഇസ്നൈൻ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച. യൗമു സുലസാ ചൊവ്വാഴ്ച. യൗമുൽ അർബിയ ബുധനാഴ്ച. യൗമുൽ ഖമീസ് വ്യാഴാഴ്ച. അതുപോലെ യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച. യൗമു സബത്ത് ശനിയാഴ്ച. ഈ 7 ദിവസങ്ങൾ അറബിയിൽ എങ്ങനെയാണ് പറയുക അതെന്നുള്ളത് വിദ്യാർത്ഥികൾ കൃത്യമായി പഠിക്കണം. കാരണം നമുക്കത് ഫില്ല് ചെയ്യാനെല്ലാം പരീക്ഷയ്ക്ക് ഉണ്ടാവും. യൗമുൽ അഹദ് തന്നിട്ട് 2 എണ്ണം ഒഴിവാക്കിയിട്ട് യൗമുൽ അർബിയ തരും. അപ്പൊ നമ്മൾ അവിടെ യൗമുൽ ഇസ്നൈനിയും അതുപോലെ യൗമു സുലസാ ഒക്കെ നമ്മൾ എഴുതി കൊടുക്കണം. അപ്പൊ നിർബന്ധമായും ഈ 7 ദിവസങ്ങളുടെ പേരുകൾ അറബിയിൽ എങ്ങനെയാണ് പറയുക എന്ന് വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു മുത്തസിലായ ലമീറുകൾ, അത് വന്ന രൂപമാണ് ഇവിടെ കാണിക്കുന്നത്. ജദ്ദുക. ജദ്ദുക എന്താണ് ജദ്ദുക എന്നുള്ളതിന്റെ അർത്ഥം? നിന്റെ വലിയുപ്പ. ഇത് ആരോടുള്ള സംസാരമാണ്? ഒരാൺകുട്ടിയോട് അല്ലെങ്കിൽ ഒരാണിനോടുള്ള സംസാരമാണ്. നേരത്തെ നമ്മൾ അൻത അൻതി ഒക്കെ പഠിച്ചിരുന്നു അല്ലെ. അൻത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാണിനെ ചൂണ്ടിയിട്ട് അൻത നീ എന്ന് പറയാം. അത് പെണ്ണിനോടാണെങ്കിലോ അൻതി എന്ന് പറയാം. ഉദാഹരണം, ഒരാണും ഒരു പെണ്ണും ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ, ഒരു ബാസിമു ഉണ്ട് ഒരു ഫാത്തിമ ഉണ്ട് എന്ന് വിചാരിച്ചോ. അപ്പൊ ഞാൻ പറയാണ് അൻത ബാസിമുൻ. ഫാത്തിമയോട് പറയാണ് അൻതി ഫാത്തിമ. അങ്ങനെയാണ് പറയേണ്ടത്. അപ്പൊ അൻത എന്നുള്ള പ്രയോഗം ആണിനെ സൂചിപ്പിക്കാനും അൻതി എന്നുള്ളത് പെണ്ണിനെ സൂചിപ്പിക്കാനും വേണ്ടിയാണ്. ഇവിടെയും ആ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ മുത്തസിലായ ലമീർ കണ്ട ചേർന്ന് വന്നതാണ്. അപ്പൊ ജദ്ദുക എന്ന് പറഞ്ഞാൽ അത് ആരോടാണ് പറയുന്നത്? ഇപ്പൊ ഞാൻ ഇവനോട് പറയാണ് ജദ്ദുക നിന്റെ വലിയുപ്പ. ഇവൻ ആൺകുട്ടിയല്ലേ, അപ്പൊ ജദ്ദുക നിന്റെ വലിയുപ്പ. ഇനി ഇവിടെ ഒരു പെണ്ണിനോടാണ് ഞാനിത് പറയുന്നതെങ്കിലോ ജദ്ദുക്കി നിന്റെ വലിയുപ്പ. അപ്പൊ ക എന്ന് പറഞ്ഞാൽ അത് ആണിനെ സൂചിപ്പിക്കാനും കി എന്ന് പറഞ്ഞാൽ അത് പെണ്ണിനെ സൂചിപ്പിക്കാനും വേണ്ടിയാണ് പെണ്ണിനോടുള്ളത്. ഇനി ജദ്ദുക്കും നിങ്ങളുടെ വലിയപ്പ. കുറെ ആളുകളുണ്ട്, അവരോടാണ് പറയുന്നത്. അപ്പൊ ജദ്ദുക്കും നിങ്ങളുടെ വലിയുപ്പ. ഇനി ഇവിടെ വേറെ ഉദാഹരണം, കിതാബുക നിന്റെ ബുക്ക്. ആണിനോടാണ്. കിതാബുക്കി നിന്റെ ബുക്ക്. രണ്ടിന്റെയും അർത്ഥം നിന്റെ ബുക്ക് എന്ന് തന്നെയാണ്. പക്ഷെ ഒന്ന് ആരോടാ? ആണിനോട്. കിതാബുക്കി മറ്റൊന്ന് പെണ്ണിനോട്. കിതാബുക്കും നിങ്ങളുടെ ബുക്ക്. അസ്സലാമു അലൈക്ക എന്നുള്ളത് ആരോടാണ്? ആണിനോടാണ്. അസ്സലാമു അലൈക്കി പെണ്ണിനോട്. അസ്സലാമു അലൈക്കും കോമൺ ആയിട്ട് കുറെ ആളുകളോട്. അപ്പോൾ ക കി കും വ്യത്യാസം മനസ്സിലായി എന്ന് കരുതുന്നു. ക എന്ന് പറഞ്ഞാൽ അത് ആണിനോടുള്ള സംസാരമാണ്. കി എന്ന് പറഞ്ഞാൽ പെണ്ണിനോടുള്ള സംസാരമാണ്. കും എന്ന് പറഞ്ഞാൽ കുറെ ആളുകളോട്. അതാണ് മുത്തസിലായ ലമീർ. ഇനി ഇവിടെ നേരത്തെ കഴിഞ്ഞ പാഠത്തിൽ വന്ന മുൻഫസിലായ ലമീർ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. അൻത ദാരിസുൻ. അൻത ദാരിസുൻ എന്താണ് അതിന്റെ അർത്ഥം? അൻത ദാരിസുൻ നീ വിദ്യാർത്ഥിയാണ്. അത് ആണിനോടാണ് പറയുന്നത്. നീ വിദ്യാർത്ഥിയാണ്. അൻത ദാരിസുൻ. ഇനി അത് പെണ്ണിനോട് പറയുകയാണെങ്കിലോ അൻതി ദാരിസത്തുൻ നീ വിദ്യാർത്ഥിനിയാണ്. ഇനി കുറെ വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട്, അവരോട് നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അൻതും ദാരിസൂൻ. അൻതും ദാരിസൂൻ നിങ്ങൾ വിദ്യാർത്ഥികളാണ്. പിന്നെ നമ്മൾ മുൻഫസിലായ ലമീർ പഠിച്ചപ്പോ അൻത അൻതുമ അൻതും അൻതി അൻതുമ അൻതുന്ന അന നഹ്നു 2 പ്രയോഗങ്ങൾ കൂടെ പഠിച്ചിരുന്നു. എന്താണ് അന എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് അർത്ഥം. അന. നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു ആൺകുട്ടി പറയാണ് അന താലിബുൻ ഞാൻ വിദ്യാർത്ഥിയാണ്. അന താലിബുൻ ഞാൻ വിദ്യാർത്ഥിയാണ്. പെൺകുട്ടിയാണ് പറയുന്നതെങ്കിലോ അന താലിബത്തുൻ ഞാൻ വിദ്യാർത്ഥിനിയാണ്. കുറെ ആളുകൾ കുറെ കുട്ടികൾ ചേർന്നിട്ട് ഞങ്ങൾ വിദ്യാർത്ഥികളാണ് എന്ന് പറയുകയാണെങ്കിലോ നഹ്നു തുല്ലാബുൻ ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. അപ്പോ ഈ അൻത അൻതി അൻതും അന നഹ്നു എന്നുള്ളതെല്ലാം മുൻഫസിലായ ലമീറാണ്. അതിന്റെ സ്ഥാനത്ത് ഇപ്പൊ അൻത അൻതിയുടെ ഒക്കെ സ്ഥാനത്ത് വന്നതാണ് ഇവിടെ ക കി. അതുപോലെ അൻതും എന്നുള്ളതിന്റെ സ്ഥാനത്ത് വന്നതാണ് കും എന്നുള്ള പ്രയോഗവും ഒക്കെ. അപ്പോൾ ഈ പാഠത്തിൽ പ്രധാനമായും പഠിക്കാനുള്ളത് ഈ മുത്തസിലായ ലമീർ തന്നെയാണ്. അതുപോലെ ആഴ്ചയിലുള്ള ദിവസങ്ങളെ കുറിച്ചും. ഇനി അടുത്തത് നുലാഹിലു യാ. ഇവിടെ യാ എന്നുള്ളൊരു പ്രയോഗം വന്നിട്ടുണ്ട്. കണ്ടോ? യാ നബീൽ, യാ റഹീമ, യാ അല്ലാഹ്, യാ അബി, യാ ഉമ്മി, യാ റബ്ബി, യാ ഔലാദി. എന്താണ് യാ എന്നുള്ളതിന്റെ അർത്ഥം? ഓ നമ്മൾ വിളിക്കൂലേ, യാ നബീൽ ഓ നബീലെ, യാ റഹീമ ഓ റഹീമെ, യാ അല്ലാഹ് ഓ അല്ലാഹ് എന്നൊക്കെ നമ്മൾ വിളിക്കൂലേ. അപ്പൊ യാ എന്നുള്ളത് ഒരു വിളിയുടെ പ്രയോഗമാണ്. വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി ഇവിടെ ഒരു പാട്ടാണുള്ളത്. ഈ പാട്ടിൽ ആഴ്ചയിലുള്ള ദിവസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അനൽ ഉസ്ബൂഉ വലി അയ്യാമിൻ ഹയ്യാ നദ്കുറു അഹ്ബാബി. ഞാൻ ആഴ്ചയാണ്, എനിക്ക് ദിവസങ്ങളുണ്ട്. ഹയ്യാ നദ്കുറു അഹ്ബാബി കൂട്ടുകാരെ നമുക്കത് പഠിക്കാം. എന്നിട്ട് പറയാണ് യൗമുൽ അഹദി യൗമുൽ ഇസ്നൈൻ യൗമുൽ സുലസാ അയ്യാമി യൗമുൽ അർബിയ യൗമുൽ ഖമീസ് യൗമുൽ ജുമുഅ അയ്യാമി യൗമുസ് സബ്തി ആഖിറു യൗമി ഹാദിഹി സബ്അതു അയ്യാമി. നല്ല ഇണത്തിൽ പാടാൻ കഴിയുന്നവരൊക്കെ അങ്ങനെ തന്നെ പാടണം കേട്ടോ.
അപ്പൊ ചുരുക്കത്തിൽ ഇതിൽ ഈ 7 ദിവസങ്ങളുടെ പേരുകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചെറിയ ഒരു പാട്ടാണ്. ആ പേരുകൾ നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കണം. ഇനി ഇവിടെ നമുക്കൊരു എക്സസൈസ് ഉണ്ട്, അത് ചെയ്യാം. നസീലു ബിൽ മുനാസിബി, യോജിച്ചതിനോട് ചേർത്ത് എഴുതുകയാണ് വേണ്ടത്. ഐന കിതാബുക്കി, ഐന കിതാബുക്കി. അപ്പൊ വിദ്യാർത്ഥികൾ സ്വയമായിട്ട് പറഞ്ഞേ, ഇത് ആരോടുള്ള ചോദ്യമാണ്? ഐന. ഐന എന്ന് പറഞ്ഞാൽ എന്താ? അതൊക്കെ നേരത്തെ ഓർമ്മ വേണം. ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നുള്ളതാണ് അർത്ഥം. അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഐന. അപ്പൊ ഐന കിതാബുക്കി, എവിടെയാണ് നിന്റെ കിതാബ്? ഇത് ആണിനോടാണോ പെണ്ണിനോടാണോ ഈ ചോദ്യം? കണ്ടോ, കി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ജദ്ദുക ജദ്ദുക്കി. ജദ്ദുക എന്ന് പറഞ്ഞാൽ ആണിനോട്, ജദ്ദുക്കി എന്ന് പറഞ്ഞാൽ പെണ്ണിനോട്. അപ്പൊ ഇവിടെ കി എന്നുള്ളതാണ്. ഐന കിതാബുക്കി, ഐന കിതാബുക്കി. അപ്പൊ ഇത് പെണ്ണിനോടുള്ള ചോദ്യമാണ്, നിന്റെ കിതാബ് എവിടെയാണ്? അപ്പൊ ഇനി ഇവിടെ 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 ഏതെങ്കിലും പെണ്ണിന്റെ പേരുണ്ടോ നോക്കണം. കണ്ടോ, ഐന മദ്റസതുക്കും മസ്മുക യാ ഫാത്തിമ. കണ്ടോ, ഫാത്തിമ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഐന കിതാബുക്കി യാ ഫാത്തിമ, ഐന കിതാബുക്കി യാ ഫാത്തിമ എന്നാണ് വരിക. ഇനി മൻ ഉസ്താദുക, മൻ ആരാണ്? ഉസ്താദുക നിന്റെ ഉസ്താദ്. കണ്ടോ, ഖ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആൺകുട്ടിയോടാണ് ചോദിക്കുന്നത്. മൻ ഉസ്താദുക, നിന്റെ ഉസ്താദ് ആരാണ്? എന്താണ് ആൺകുട്ടിയോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ആൺകുട്ടിയുടെ പേരുണ്ടോ നോക്കണം. ഫാത്തിമ കഴിഞ്ഞു. മസ്മുക്കി യാ റയ്യാൻ. കണ്ടോ, യാ റയ്യാൻ, ഓ റയ്യാനെ. മൻ ഉസ്താദുക, മൻ ഉസ്താദുക, ആരാണ് നിന്റെ ഉസ്താദ്? ഇനി അടുത്തത് യാ ഔലാദ്, യാ ഔലാദ്, ഓ കുട്ടികളെ. കുറെ ആളുണ്ട്. യാ ഔലാദ്, കുറെ ആളുകളുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ക എന്നുള്ളത് ആണിനോടും, കി എന്നുള്ളത് പെണ്ണിനോടും, കും എന്നുള്ളത് കുറെ ആളുകളോടും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ യാ ഔലാദ് ഇവിടെ കുറെ ആളില്ലേ? ഐന മദ്റസതുക്കും, യാ ഔലാദ്, ഓ കുട്ടികളെ. ഐന മദ്റസതുക്കും, നിങ്ങളെ മദ്രസ എവിടെയാണ്? ഇനി അടുത്തത് യാ ഇബിൻ, യാ ഇബിനു, ഓ ആൺകുട്ടി. ഇബിൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി എന്നാണ് അർത്ഥം, ആൺകുട്ടി. അപ്പൊ യാ ഇബിനു, ഓ കുട്ടി. ഇനി കണ്ടോ, ഒരാളോട് മസ്മുക, മസ്മുക. യാ ഇബിനു ആൺകുട്ടിയല്ലേ, അപ്പൊ കാന്നല്ലേ വേണ്ടത്. അപ്പൊ യാ ഇബിനു മസ്മുക, എന്താ നിന്റെ പേര്? ഇനി ഒന്നാ ബാക്കിയുള്ളത് യാ ബിന്തു, ഓ പെൺകുട്ടി. മസ്മുക്കി, എന്താ നിന്റെ പേര്? അപ്പൊ ക എന്നുള്ളത് ആണിനോടും, കി എന്നുള്ളത് പെണ്ണിനോടും. വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ തന്നെ ശ്രദ്ധിച്ചു വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ. ഇനി ഇവിടെ നുകമ്മിലു ബി ക കി കും കമാ ഫിൽ മിസാൽ, ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. അതുപോലെ എന്ത് ചെയ്യണം? താഴെയുള്ളത് എഴുതി കൊടുക്കണം. ഇവിടെ കണ്ടോ, ഉമ്മുൻ, ഉമ്മുൻ, ഉമ്മുക, ഉമ്മുൻ. അതിന്റെ കൂടെ മുത്തസിലായ ലമീർ ചേർക്കാണ്. അപ്പൊ എന്തായി? ഉമ്മുക. അപ്പൊ എന്തായിരിക്കും അർത്ഥം? വിദ്യാർത്ഥികൾ പറഞ്ഞ്, ഉമ്മുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിന്റെ ഉമ്മ എന്നൊരു ആൺകുട്ടിയോട് പറയാണ്, നിന്റെ ഉമ്മ. ഉമ്മുക്കി എന്ന് പറഞ്ഞാലോ പെൺകുട്ടിയോട് പറയാണ്, നിന്റെ ഉമ്മ. ഉമ്മുക്കും, രണ്ടാളോടും അല്ലെങ്കിൽ കുറെ ആളുകളോട് പറയാണ്, നിങ്ങളുടെ ഉമ്മ. അപ്പൊ ക എന്ന് പറഞ്ഞാൽ ആൺകുട്ടിയോട്, കി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയോട്, കും എന്ന് പറഞ്ഞാൽ കുറെ ആളുകളോട്. ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് നല്ല രൂപത്തിൽ മനസ്സിലാവാൻ വേണ്ടിയാണ്. അതുപോലെ നമ്മൾ താഴെയുള്ളത് ചെയ്യണം. ബൈത്തുൻ, ഈ ബൈത്തുൻ പ്ലസ് ക എന്നുള്ളത് നമ്മൾ അവിടെ ചേർത്ത് കൊടുക്കണം. അപ്പൊ ബൈത്തുൻ ഇതുപോലെ തന്നെ ബൈത്തുൻ പ്ലസ് ക എന്ന് പറയുമ്പോൾ എന്താ വരിക? ബൈത്തുക, ബൈത്തുക. അപ്പൊ എന്താണ്? നിന്റെ വീട്. ബൈത്തുക്കി, നിന്റെ വീട്. ഇത് ആൺകുട്ടിയോട്, ഇത് പെൺകുട്ടിയോട്. പിന്നെ ബൈത്തുക്കും, നിങ്ങളുടെ വീട്. അബുൻ, അബുൻ എന്നുള്ളതിന്റെ കൂടെ നമ്മൾ ക ചേർത്ത് കൊടുക്കുക. അപ്പൊ എന്താ വരിക? അബൂക്ക, അബൂക്ക, നിന്റെ വാപ്പ. അബൂക്കി, നിന്റെ വാപ്പ പെൺകുട്ടിയോട്. അബൂക്കും, നിങ്ങളുടെ വാപ്പ. കിതാബുൻ, കിതാബുൻ എന്നുള്ളതിന്റെ കൂടെ ഈ മുത്തസിലായ ലമീർ ചേർത്ത് കൊടുക്കുക. കിതാബുക, നിന്റെ കിതാബ് ആൺകുട്ടിയോട്. കിതാബുക്കി, നിന്റെ കിതാബ് പെൺകുട്ടിയോട്. കിതാബുക്കും, നിങ്ങളുടെ കിതാബ്, നിങ്ങളുടെ ബുക്ക്. അപ്പൊ ഈ രൂപത്തിലാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത്. അടുത്തത് നുകമ്മിലു ബി അന നഹ്നു, അന എന്നുള്ളതും നഹ്നു എന്നതുകൊണ്ടും താഴെയുള്ളത് ഫില്ലാക്കാനാണ്. ഇവിടെ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ദാരിസുൻ, ദാരിസുൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി. അന ദാരിസുൻ, ഞാൻ വിദ്യാർത്ഥിയാകുന്നു. ഇനി അത് നഹ്നു വെച്ച് പറയുകയാണെങ്കിലോ, നഹ്നു ദാരിസൂൻ, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. അന എന്ന് പറഞ്ഞാൽ ഞാൻ, നഹ്നു ഞങ്ങൾ, അതാണ് അർത്ഥം. എന്നതുപോലെ താഴെയുള്ളത് നമ്മൾ സ്വന്തമായിട്ട് എഴുതണം. ഇവിടെ ഇബ്നുൻ, ഇബ്നുൻ എന്ന് പറഞ്ഞാൽ എന്താ? ആൺകുട്ടി എന്നാണ് അർത്ഥം. അപ്പൊ അന ഇബ്നുൻ, അന ഇബ്നുൻ, ഞാൻ ആൺകുട്ടിയാകുന്നു. ഇനി അത് ഞങ്ങൾ ആൺകുട്ടികളാകുന്നു എന്ന് വേണം. എന്താ വേണ്ടത്? ഈ ഇബിൻ എന്നുള്ളതിന്റെ പ്ലൂറൽ ഫോം, അതിന്റെ ജം എങ്ങനെയാണ്? നഹ്നു അബ്നാഉൻ, നഹ്നു അബ്നാഉൻ, ഞങ്ങൾ ആൺകുട്ടികളാകുന്നു എന്നിവിടെ എഴുതി കൊടുക്കണം. പിന്നെ ബിന്തുൻ, ബിന്തു എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണ്. അപ്പൊ അന ബിന്തുൻ, അന ബിന്തുൻ, അന ചേർത്തിട്ട് പറയാ അന ബിന്തുൻ, ഞാൻ പെൺകുട്ടിയാണ്, ഞങ്ങൾ പെൺകുട്ടികളാണ് എന്നെങ്ങനെ പറയാ? ബിന്ത് എന്നുള്ളതിന്റെ പ്ലൂറൽ ഫോം എന്താണ്? ബനാത്തുൻ എന്നാണ്. അപ്പൊ നഹ്നു ബനാത്തുൻ, നഹ്നു ബനാത്തുൻ. ഇനി അടുത്തത് താലിബുൻ, വിദ്യാർത്ഥി. അപ്പൊ അന താലിബുൻ,
അന താലിബുൻ, ഞാൻ വിദ്യാർത്ഥിയാകുന്നു. ഇനി ഞങ്ങൾ വിദ്യാർത്ഥികൾ ആകുന്നു എന്നെങ്ങനെ പറയാ? താലിബുൻ എന്നുള്ളതിന്റെ ജംഅ് തുല്ലാബുൻ എന്നാണ്. അപ്പൊ നഹനു തുല്ലാബുൻ, നഹനു തുല്ലാബുൻ. നിങ്ങളിത് കേട്ട് ഇതുപോലെ എഴുതിയിട്ടില്ലെങ്കിൽ വിദ്യാർത്ഥികൾ സ്വയമായിട്ട് എഴുതണം. അടുത്തത് ജാലിസുൻ. ജാലിസുൻ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നവൻ. അപ്പൊ അന ജാലിസുൻ, ഞാൻ ഇരിക്കുന്നവനാണ്. ഇനി ഞങ്ങൾ ഇരിക്കുന്നവരാണ്. അപ്പൊ നഹനു ജാലിസൂൻ, നഹനു ജാലിസൂൻ. ഈ രൂപത്തിലാണ് ഇവിടെ നമ്മൾ ഫിൽ ചെയ്യേണ്ടത്. ഇനി അതേപോലെ തന്നെ നുകമ്മിലു ബി അൻത അൻതി അൻതും. ഇവിടെ അൻത അൻതി അൻതും എന്നുള്ളത് കൊണ്ട് ചേർത്തിയിട്ട് ഇവിടെ എഴുതണം. ഉദാഹരണം ദാരിസുൻ, അൻത ദാരിസുൻ, നീ വിദ്യാർത്ഥിയാണ് ആൺകുട്ടിയോട്. അൻതി ദാരിസത്തുൻ, നീ വിദ്യാർത്ഥിനിയാണ് പെൺകുട്ടിയോട്. അൻതും ദാരിസൂൻ, നിങ്ങൾ വിദ്യാർത്ഥികളാണ്. അതുപോലെ നമ്മൾ ഇവിടെ എഴുതണം. കണ്ടോ, താലിബുൻ. താലിബുൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി. അപ്പൊ ആൺകുട്ടിയോട് പറയാണ് ഞാൻ അൻത താലിബുൻ, നീ വിദ്യാർത്ഥിയാണ്. പെൺകുട്ടിയോടാണെങ്കിലോ അൻതി താലിബത്തുൻ, അൻതി താലിബത്തുൻ. ഇനി കുറെ ആളുകളോട് പറയുകയാണെങ്കിലോ അൻതും തുല്ലാബുൻ, അൻതും തുല്ലാബുൻ. ഇനി ജാലിസുൻ, അൻത ജാലിസുൻ ആൺകുട്ടിയോട്. പെൺകുട്ടിയോടാണെങ്കിൽ അൻതി ജാലിസത്തുൻ. കുറെ ആളുകളോടാണെങ്കിൽ അൻതും ജാലിസൂൻ. ഇനി ഇബ്ന്, എങ്ങനെ പറയാ? അൻത ഇബ്നുൻ, നീ ആൺകുട്ടിയാണ്. പെൺകുട്ടിയോടാണെങ്കിലോ അൻതി ബിൻതുൻ. ബിൻതുൻ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പൊ അൻതി ബിൻതുൻ. ഇനി കുറെ നിങ്ങൾ കുട്ടികളാണ് എന്നെങ്ങനെ പറയാ? അൻതും ഔലാദുൻ. ഈ രൂപത്തിലാണ് അൻതും ഔലാദുൻ. ഈ രൂപത്തിലാണ് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്തൊരു ഭാഗം, ആഴ്ച. നമ്മൾ പറഞ്ഞല്ലോ ഒരാഴ്ചയിലെ ദിവസങ്ങൾ അത് നിർബന്ധമായും വിദ്യാർത്ഥികൾ പഠിക്കണം. ഇവിടെ ഫില്ല് ചെയ്യാനാണ്. ഡാഷ്, പിന്നെ യൗമുൽ ഇസ്നൈൻ ഡാഷ്, യൗമുൽ അർബിയ ഡാഷ്, യൗമുൽ ജുമുഅ. അപ്പൊ യൗമുൽ അഹദ്, യൗമുൽ ഇസ്നൈൻ, യൗമുൽ സുലസാ, യൗമുൽ അർബിയ, യൗമുൽ ഖമീസ്, യൗമുൽ ജുമുഅ, യൗമുൽ സബ്ത്. അപ്പൊ വിദ്യാർത്ഥികൾക്ക് ആ ദിവസങ്ങൾ കൃത്യമായിട്ട് അറിയണം, പഠിച്ചിരിക്കണം. ഇനി നഖറഉ മിനൽ ഖുർആനി വനക്തശിഫു മിൻഹു അൽ അയ്യാം. നമ്മൾ താഴെയുള്ള ഈ ഖുർആൻ ആയത്തുകളിൽ നിന്ന് ദിവസങ്ങൾ കണ്ടെത്തുക. അതുപോലെ വല്ലമാഇറൽ മുത്തസില വല്ലമാഇറൽ മുൻഫസില വയാ. മുത്തസിലായ ദമീറുകളും അതുപോലെ മുൻഫസിലായ ദമീറുകളും യാ എന്നുള്ള പ്രയോഗവും ഒക്കെ കണ്ടെത്തി അതിന് നമ്മൾ അടിവരയിടണം. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ. ഇവിടെ ഏതാണ്? യൗമുൽ ജുമുഅ എന്ന് വന്നിട്ടുണ്ട്. അൻതും തഅലമൂൻ, ഇവിടെ അൻതും എന്നുള്ള മുൻഫസിലായ ദമീർ ഉണ്ട്. ഇനിയോ ഇദ് യഅദൂന ഫിസ്സബ്ത്, ഫിസ്സബ്ത്, സബ്ത് കണ്ടോ. ഇന്നക അൻതൽ അലീമുൽ ഹകീം, അൻത. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്. അപ്പൊ നഹ്നു. യാ മറിയം, യാ മറിയമു അന്നാ ലകി ഹാദാ. അപ്പൊ ഇവിടെ യാ എന്നുള്ള പ്രയോഗം. ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഇവിടെ കണ്ടോ മുത്തസിലായ ദമീർ അക്രമകും, കും. ഖാലൂ യാ നൂഹു, ഇവിടെ യാ എന്നുള്ളത്. ഇന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന. അപ്പൊ അന എന്നുള്ളത് അന. ഇനി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഇവിടെ യാ എന്നുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ അഞ്ചാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് മുത്തസിലായ ദമീറുകൾ. ഖ എന്നുള്ളത് അൻത എന്ന മുൻഫസിലായ ദമീറിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു. കി എന്നുള്ളത് അൻതി എന്നുള്ള മുൻഫസിലായ ദമീറിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു. ഖും എന്നുള്ളത് അൻതും എന്നുള്ള മുൻഫസിലായ ദമീറിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു. പിന്നെ യാ എന്നുള്ള പ്രയോഗം, യാ നബീലു യാ റഹീമ എന്നൊക്കെ പറഞ്ഞ പോലെ അയാ എന്നുള്ള ആ ഒരു പ്രയോഗവും, പിന്നെ ആഴ്ചയിലെ ദിവസങ്ങൾ എങ്ങനെയാണ് അറബിയിൽ പറയുക, ഇത്രയും കാര്യങ്ങളാണ് ഈ അഞ്ചാമത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. വിദ്യാർത്ഥികൾ മനസ്സിലായിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഇനിയും മനസ്സിലാവാത്തവർക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. നല്ല രൂപത്തിൽ പഠിക്കുക. അള്ളാഹു നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രത്യേകിച്ച് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അവരൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് കൂടെ കിട്ടും. അള്ളാഹു നന്മകൾ അധികരിപ്പിക്കാനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.